എടുത്ത് തലയിൽ വെച്ചോ കമലേ നീ. ഒടുവിൽ ചെവി തിന്നാതെ നോക്കിക്കോ. ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന ശ്രീലത കടുപ്പമുള്ള മുഖത്തോടെ പറഞ്ഞു. അത് കണ്ടിട്ടും കമല തൻ്റെ പ്രവൃത്തി നിർത്തിയതേയില്ല. അവളുടെ തലയിൽ അല്പം ഭസ്മം കൂടി തിരുമിയതിനു ശേഷമാണ് അവർ അവിടെ നിന്നും പോയത്. അത് കണ്ട് ഒരു പുച്ഛത്തോടെ ശ്രീലതയും അകത്തേക്ക് കയറിപ്പോയി. ഇത്രയും ദിവസം അനുഭവപ്പെടാത്ത ഒറ്റപ്പെടൽ വീണ്ടും ആ വീട്ടിൽ അവൾക്ക് തോന്നാൻ തുടങ്ങി. ചുറ്റിലും എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ. അവൾക്ക് അപ്പോൾ പാർത്തിയുടെ ഒപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർമ്മ വന്നു. അമിതമായ സ്നേഹപ്രകടനങ്ങളൊന്നും അവൻ തന്നോട് കാണിച്ചില്ല എങ്കിലും അവൻ്റെ ഒപ്പമായിരുന്നപ്പോൾ ഒരുതരം സുരക്ഷിതത്വം തനിക്ക് എപ്പോഴും അനുഭവപ്പെടുമായിരുന്നു എന്നവൾ ഓർത്തു. അവിടെ നിന്ന് കൂടുതൽ ആരുടെയും ദുർമുഖം കാണാതിരിക്കാൻ അവൾ വേഗം തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. ഇഷ്ടദൈവത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാർത്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ശാന്തതയായിരുന്നു. ഈ ശാന്തത തേടിയാണ് താൻ ഇത്രയും കാലം മദ്യത്തിൽ അഭയം പ്രാപിച്ചത് എന്നോർത്തപ്പോൾ അവന് സ്വയം പുച്ഛം തോന്നി. തൻ്റെ ഇപ്പോഴത്തെ സ്വസ്ഥമായ മനസ്സിന് കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് മന്ത്രയുടെ മുഖമായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതു പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വരുണിൻ്റെ ഒപ്പം അടുത്തുള്ള ആൾത്തറയിൽ അവൻ കയറിയിരുന്നു. അവിടെ ഇരുന്നാൽ കാണാൻ കഴിയുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗിയാണ്. അതെല്ലാം ആദ്യമായി കാണുന്നത് പോലെ അവൻ നോക്കിയിരുന്നു. അവന്മാരെ കാണാനില്ലല്ലോ. വാച്ചിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും വരുൺ ഒരു സംശയത്തോടെ അവനെ നോക്കി. വീണ്ടും അവൻ പഴയ ശീലങ്ങളിലേക്ക് തന്നെ തിരികെ പോകുമോ എന്ന ഭയമായിരുന്നു ആ നോട്ടത്തിൽ. നീ ക്ഷേത്രത്തിൽ തൊഴാനാണോ അതോ അവരെ കാണാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? വരുൺ അല്പം അനിഷ്ടത്തോടെ ചോദിച്ചു. എന്നാൽ മറുപടിയൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ് അവൻ ചെയ്തത്. ദേ വരുന്നു. സുനിയുടെ ബൈക്കിൽ വന്ന് ഇറങ്ങുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുൺ പറഞ്ഞു. ക്ഷേത്രദർശനം കഴിഞ്ഞു പോകുന്ന തരുണിമണികളെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഇരുവരും പാർത്തിയെ കണ്ട് സന്തോഷത്തോടെ പരസ്പരം നോക്കി. അവൻ്റെ മുഖത്ത് സംശയഭാവമോ ദേഷ്യമോ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഇരുവരും ആവേശത്തോടെ അവൻ്റെ അരികിലേക്ക് നടന്നു. നിന്റെ ചെറിയച്ഛനെയും ചെറിയമ്മയെയും പേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് നിന്നെ കാണാത്തത്. അറിയാലോ, നിന്നെ കുടിപ്പിക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണുമ്പോൾ കൊല്ലാൻ നിൽക്കുകയാണ് പതിവ്. അങ്ങനെയുള്ളപ്പോൾ നീ ആക്സിഡൻ്റായി കിടക്കുമ്പോൾ കാണാൻ വന്നാൽ ഞങ്ങളെ അവർ ജീവനോടെ തിരികെ വിടില്ല. മുഖത്ത് വിഷമം വരുത്തിക്കൊണ്ട് മഹേഷ് പറഞ്ഞതും പാർത്തി തൻ്റെ മുഖത്തിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അങ്ങനെ തന്നെ ഇരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നീ രക്ഷപ്പെട്ടല്ലോ. സുനി അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഇനിയിപ്പോൾ ഇരിക്കുന്നില്ല. പറഞ്ഞുകൊണ്ട് അവൻ വരുണിനെ നോക്കിയതും വരുൺ പെട്ടെന്ന് എഴുന്നേറ്റ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ മുഖത്ത് അപ്പോൾ ആശ്വാസഭാവമായിരുന്നു. അല്ല, നീ പോവുകയാണോ? പോകാൻ തയ്യാറായി എഴുന്നേൽക്കുന്നവനെ കണ്ടതും മഹേഷ് മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഇത്രയും ദിവസം കുടിക്കാൻ കഴിയാത്തതിൻ്റെ ക്ഷീണം ഇന്ന് തന്നെ തീർക്കും എന്ന് കരുതിയതാണ്. എന്നാൽ ലക്ഷണം കണ്ടിട്ട് അവൻ നന്നായതുപോലെ ഇരുവർക്കും തോന്നി. പിന്നെ പോകാതെ ടെക്സ്റ്റൈൽസിലെയും ജ്വല്ലറിയിലെയും കാര്യങ്ങൾ ഇന്നു മുതൽ നോക്കി തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. തിരക്കിനിടയിൽ ഇനി ചിലപ്പോൾ നിങ്ങളെ കാണാനൊന്നും പറ്റിയെന്ന് വരില്ല. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കാതെ അവൻ ബൈക്കിൽ കയറിപ്പോയതും അന്തം വിട്ട അവസ്ഥയിൽ ഇരുവരും അവിടെ നിന്നുപോയി. ഞാൻ അന്നേ പറഞ്ഞതാ ജയന് കൂട്ടു നിൽക്കണ്ട എന്ന്. അയാൾ തന്ന കാശ് 1 മാസം കൊണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ കക്ഷത്തിലിരുന്ന് പോവുകയും ചെയ്തു. ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല. അയാൾ തന്ന കാശ് കുടിച്ചു തീരുകയും ചെയ്തു. ഇനി ഇവൻ കാശ് തരികയുമില്ല. സുനി അമർഷത്തോടെ പറഞ്ഞതും ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരികെ ഒന്നും പറയാൻ പറ്റാതെ തന്നെ നിൽക്കുകയായിരുന്നു മഹേഷും. ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരാമെന്ന് പറഞ്ഞു പോയവൻ ഇത്ര സമയമായിട്ടും വരാതെ ആയതോടെ മന്ത്ര അല്പം ടെൻഷനോടെ തന്നെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. വീണ്ടും പഴയ ശീലങ്ങൾ അവൻ തുടരുമോ എന്ന് ആലോചിച്ചപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത വേദന തോന്നി. തനിക്ക് എന്ന് ഉറപ്പിച്ചു പറയാൻ തൻ്റെ മുത്തശ്ശിക്കൊപ്പം അയാൾ മാത്രമേയുള്ളൂ എന്നവൾക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് ആദ്യം ഉണ്ടായിരുന്നു. അല്പസമയം കൂടി കടന്നുപോയതും അവൾ കണ്ടു ദൂരെ നിന്നും വരുന്ന വരുണിൻ്റെ ബൈക്ക്. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ അവൾ താഴേക്ക് പാഞ്ഞു. പടികളിറങ്ങി താഴെ എത്തിയപ്പോൾ പിന്നെ മെല്ലെയാണ് നടന്നത്. സാവകാശം ബൈക്കിൽ നിന്നും ഇറങ്ങിയ പാർത്തി കണ്ടു വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്നവളെ. ഒരു പുഞ്ചിരിയോടെ അവൻ അകത്തേക്ക് കയറുമ്പോഴേക്കും വരുൺ ബൈക്കുമായി തിരികെ പോയിരുന്നു. അവൻ കയറിയിരുന്നതും അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. അവനെ കണ്ട ആവേശത്തിൽ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുന്നതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിരുന്നില്ല. വേഗം സംഭാരം തയ്യാറാക്കി അതുമായി അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. വേഗം ഡ്രസ്സ് മാറി വരാമോ? എങ്കിൽ എൻ്റെ ഒപ്പം പുറത്തേക്ക് പോകരാം.
അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊരു അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അറിയാതെ കണ്ണിൽ ഊറിക്കൂടിയ നീർത്തുള്ളികളെ അമർത്തി തുടച്ചുകൊണ്ട് അവൾ തലയാട്ടി. ശേഷം മുത്തശ്ശിയെ കണ്ടു പോകുന്ന കാര്യം പറഞ്ഞ് മുറിയിലേക്ക് പോയി. മന്ത്രയിൽ നിന്നും ഇരുവരും പുറത്തേക്ക് പോകുന്ന കാര്യമറിഞ്ഞ് സരസ്വതി അമ്മ അപ്പോൾ തന്നെ അവൻ്റെ അരികിലേക്ക് ചെന്നു. മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണേ. അവളുടെ ഇഷ്ടത്തിന് ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. ഇപ്പോഴും എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്നറിയില്ല. അവർ പറഞ്ഞതും അവൻ മെല്ലെ തലയാട്ടി. ശേഷം ഗൗരവത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു അതൊക്കെ നോക്കി നടത്താൻ. അപ്പോഴൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നവനാണ്. തനിക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു. അവർ പ്രാർത്ഥനയോടെ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു. ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ധനലക്ഷ്മി അപ്പോൾ തന്നെ തിരികെ ചെന്ന് അമ്മയോട് വിവരം പറഞ്ഞു. നിലവിൽ ജ്വല്ലറിയിലെ കാര്യങ്ങൾ നോക്കുന്നത് ശ്രീലതയുടെ ഭർത്താവും ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങൾ നോക്കുന്നത് സ്നേഹലതയുടെ ഭർത്താവുമാണ്. വിൽപ്പത്രമനുസരിച്ച് ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഫൈനാൻസും പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. ഈശ്വരമഠവും അവൻ്റെ പേരിൽ തന്നെയാണ്. ഈശ്വരമഠത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് മൂത്ത പുത്രനാണ് സ്വത്ത് വകകൾ. മൂത്ത മകനായ മഹാദേവൻ പാരമ്പര്യമനുസരിച്ച് വസ്തുക്കൾ കൈമാറേണ്ടത്. എങ്കിലും അയാൾ ഭാര്യയെ ചതിച്ച് വേറെ വിവാഹം കഴിച്ചതിനാൽ നേരിട്ട് പാർട്ടിയുടെ പേരിൽ എഴുതി വയ്ക്കുകയായിരുന്നു. സ്വത്തുക്കൾ അങ്ങനെ നൽകിയെങ്കിലും ബാക്കി എല്ലാ മക്കൾക്കും വസ്തുവും വീടും പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ചില സ്വത്ത് വകകളും. അതിനാൽ തന്നെ ആരും അച്ഛനെ എതിർത്തില്ല. ധനലക്ഷ്മിയിൽ നിന്നും വിവരമറിഞ്ഞ ശ്രീലത നെഞ്ചിൽ കൈവച്ചു. അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതാ, കണ്ണേട്ടൻ എന്നും ഇങ്ങനെ ആയിരിക്കില്ല എന്ന്. അന്ന് കുടിയനാണ്, തല്ലുകൊള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ എതിർത്തു. ഇപ്പോൾ എവിടെ നിന്നോ വന്ന ഒരു ദരിദ്രവാസി പെണ്ണ് എല്ലാത്തിനും അവകാശിയായി. എപ്പോഴും മകളെ എതിർക്കുന്ന അവർ അന്ന് ആദ്യമായി നിശബ്ദതയായിരുന്നു. ആക്സിഡൻറ്റിന് ശേഷം ശരീരത്തിന് ആരോഗ്യം തിരികെ കിട്ടിയത് കുറച്ച് ദിവസങ്ങളായി എങ്കിലും അവൻ ഇതുവരെ പുറത്തു പോയിരുന്നില്ല. അപ്പോൾ മുതൽ അവൻ നന്നായോ എന്ന് സംശയം അവർക്കുണ്ടായിരുന്നു. സ്വത്തുക്കൾ നോക്കി നടത്താൻ അവൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി തങ്ങളെല്ലാം അവൻ്റെ കീഴിൽ നിൽക്കേണ്ടി വരുമെന്നോർത്ത് അവർ നെഞ്ചിൽ കൈവച്ചു പോയി. മുൻപ് ഇതിനെല്ലാം അവകാശി അവനായിരുന്നുവെങ്കിലും ഒരു കാര്യത്തിനും അഭിപ്രായം പറയാനോ അവൻ്റെ ചിലവിനുള്ള പൈസ അല്ലാതെ മറ്റൊന്നും കൈപ്പറ്റുവാനും അവൻ വരുമായിരുന്നില്ല. കുട്ടിയും കുടുംബവും ഒന്നുമില്ലാതെ അവൻ നടക്കുന്നതുകൊണ്ട് തങ്ങളുടെ മക്കൾ തന്നെ എല്ലാത്തിനും അവകാശിയായി വരുമെന്ന് കരുതി. അവർ ആദിയോടെ മകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ്. കൂടുതൽ സംസാരിച്ചാൽ ധനലക്ഷ്മി എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ തഞ്ചത്തിൽ സരസ്വതി അമ്മയും പാർത്തിയും നിൽക്കുന്നിടത്തേക്ക് നടന്നു. പുറത്തേക്ക് പോകുന്നതിനാൽ തന്നെ അലമാര തുറന്ന് നോക്കിയതിന് ശേഷം എന്ത് ധരിക്കണമെന്ന് സംശയത്തോടെ നിൽക്കുകയായിരുന്നു മന്ത്ര. ഭംഗിയുള്ള ഒരു സാരി കയ്യിലേക്ക് എടുത്ത ശേഷം തിരിച്ചും മറിച്ചും വെച്ച് അതിൻ്റെ ഭംഗി നോക്കി. അപ്പോഴാണ് ക്ഷേത്രത്തിൽ പോയപ്പോൾ വയറു വെളിയിൽ കണ്ടതിന് അവൻ വഴക്ക് പറഞ്ഞ കാര്യം അവൾ ഓർക്കുന്നത്. അതോടെ ആ സാരി അങ്ങനെ തന്നെ തിരിച്ചു വെച്ചു. പിന്നെ അതിന് താഴത്തെ റാക്കിൽ നിന്നും ചുരിദാർ ഒരെണ്ണം എടുത്തു. അന്ന് വേണിയാണ് തന്നെ ഒരുക്കിയത് എന്ന് അവൾ ഓർത്തു. അതിനാൽ തന്നെ ഇന്ന് വല്ലാത്ത പരിഭ്രമം അവളെ പൊതിഞ്ഞു. ഏത് പൊട്ട് വയ്ക്കണം, ഏത് കമ്മലിടണം, അങ്ങനെ ആദ്യമായി ഇത്തരം കാര്യങ്ങളിൽ അവളുടെ മനസ്സ് സംശയത്തിലായിരുന്നു. ഒടുവിൽ ഭംഗിയുള്ളത് നോക്കി ധരിച്ച് അവൾ ഒരുക്കം പൂർത്തിയാക്കി. മുഖത്തൽപ്പം പൗഡർ മാത്രമേ അവൾ ഇട്ടിരുന്നുള്ളൂ. അല്ലാതെ കുറേ സാധനങ്ങൾ മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഉപയോഗിക്കാൻ അവൾക്ക് അറിയില്ലായിരുന്നു. പൊട്ടും പിന്നെ സിന്ദൂരവും കൂടി അണിഞ്ഞതിന് ശേഷം കണ്ണാടിയിൽ നോക്കി ഒന്നുകൂടി എല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തി അവൾ താഴേക്കിറങ്ങി. ആദ്യമായി അവൻ്റെ മുന്നിലേക്ക് പോകുന്ന പരിഭ്രമത്തോടെ അവൾ ചെല്ലുമ്പോൾ സരസ്വതി അമ്മ പുഞ്ചിരിയോടെ അവളെ നോക്കി. സാരി ഉടുക്കാമായിരുന്നില്ലേ? തനിച്ചുടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് എങ്കിൽ കമ്മല ഉടുപ്പിക്കുമായിരുന്നില്ലേ? അവർ സ്നേഹത്തോടെ ചോദിച്ചതും അവളുടെ നോട്ടം അവൻ്റെ നേരെയായി. അവൻ്റെ മനസ്സിലും അപ്പോൾ നിറഞ്ഞു വന്നത് അന്ന് ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ സംഭവം തന്നെയായിരുന്നു. അന്നത്തെ മഹേഷിൻ്റെ നോട്ടം ഓർത്തപ്പോൾ അന്നത്തേക്കാൾ ദേഷ്യം തനിക്കിപ്പോൾ വരുന്നു എന്ന് അവന് തോന്നി. സാരി ഒന്നും വേണ്ട അച്ചമ്മ, അവൾ അവളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചായിട്ടോട്ടെ. അവൻ പറഞ്ഞതും അതും ശരിയാണെന്ന് അവർക്ക് തോന്നി. അല്ലെങ്കിലും വിവാഹം കഴിച്ചുവെങ്കിലും ചെറിയ കുട്ടിയല്ലേ എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് ചുരിദാർ തന്നെയാണ് നല്ലതെന്ന് അവർക്കും തോന്നി. എന്താ ഇവിടെ ഒളിച്ചു നിന്ന് കേൾക്കുന്നത്? അവരുടെ സംസാരം മാറി നിന്ന് ശ്രദ്ധിക്കുന്ന ശ്രീലതയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ധനലക്ഷ്മി ചോദിച്ചു. പാർട്ടി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അവർ അവിടേക്ക് പോകാത്തത് എന്നും ധനലക്ഷ്മിക്ക് അറിയാമായിരുന്നു. പെട്ടെന്ന് അവളുടെ ചോദ്യം കേട്ടതും അവർ ആരെങ്കിലും കേട്ടോ എന്ന് ചുറ്റും നോക്കി.
ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലായതും ആശ്വാസത്തോടെ വീണ്ടും അവളുടെ നേരെ തിരിഞ്ഞു. അവൻ അവളുമായാണ് പുറത്തേക്ക് പോകുന്നത്. ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ ജ്വല്ലറിയിലേക്കും ടെക്സ്റ്റൈൽസിലേക്കും പോവുകയാണ് എങ്കിൽ എന്തിനായിരിക്കും അവളെ കൊണ്ടുപോകുന്നത്? ശ്രീലതയുടെ ചോദ്യം കേട്ടതും ധനലക്ഷ്മിയുടെ മനസ്സിൽ കനൽ എരിയാൻ തുടങ്ങി. പാർത്തിയുടെ അരികിൽ അവൾക്ക് പകരം ഇതുപോലെ താനായിരുന്നു വരേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിലും മന്ത്രയെ എവിടെ നിന്നും അടിച്ചു പുറത്താക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അപ്പോഴേക്കും പോകാനായി ഇരുവരും മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. ഡ്രൈവർ വന്ന് കാറെടുത്തപ്പോൾ ഇരുവരും പുറകിലേക്ക് കയറിയിരുന്നു. പുഞ്ചിരിയോടെ സരസ്വതിയമ്മ ഇരുവരെയും നോക്കി കൈവീശി.